സർക്കാരുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കും വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. നവംബർ 1 മുതൽ ആധാർ കാർഡ് നിയമത്തിൽ മാറ്റം വരുന്നു. ആധാർ കാർഡ് ഉടമകൾക്ക് അവരുടെ സ്വകാര്യ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനുള്ള അവസരമാണ് വന്നിരിക്കുന്നത്. പേര്, മേൽവിലാസം, ജനനത്തീയതി, മൊബൈൽ നമ്പർ പോലുള്ള സ്വകാര്യ വിവരങ്ങൾ ഇനി പൂർണ്ണമായും ഓൺലൈനായി അപ്ഡേറ്റ് ചെയ്യാൻ ആളുകളെ അനുവദിക്കുന്ന ഒരു പുതിയ സംവിധാനമാണ് യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ അവതരിപ്പിച്ചിരിക്കുന്നത്. മുൻപ് ആധാറിലെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ആളുകൾ ഒരു ദിവസം അടുത്തുള്ള കേന്ദ്രങ്ങളിൽ പോയി ക്യൂ നിൽക്കണമായിരുന്നു. അതിനുള്ള ഒരു പരിഹാരമാണ് ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ മാറ്റം ഇന്ത്യയിലെ ഉടനീളമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ഉപകാരപ്പെടും. കൂടാതെ ആളുകൾക്ക് ആധാർ സംബന്ധിച്ച സേവനങ്ങൾ വേഗത്തിൽ ലഭിക്കുകയും ആധാർ കൂടുതൽ സുരക്ഷിതമായി ഉപയോഗിക്കാൻ കഴിയും. ആധാർ വേഗത്തിലും സുരക്ഷിതമായി എല്ലാവർക്കും കൈകാര്യം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ മാറ്റം അവതരിപ്പിച്ചിരിക്കുന്നത്. ആധാറിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഓട്ടോമാറ്റിക് വെരിഫിക്കേഷൻ. നിങ്ങൾ ആധാർ അപ്ഡേറ്റ് ചെയ്യാനുള്ള റിക്വസ്റ്റ് കൊടുത്താൽ നിങ്ങൾ വിവരങ്ങൾ അല്ലെങ്കിൽ വിശദാംശങ്ങൾ, പാൻ, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ്, റേഷൻ കാർഡ്, ജനന സർട്ടിഫിക്കറ്റ് തുടങ്ങിയ രേഖകൾ സർക്കാരിൻ്റെ ഔദ്യോഗിക ഡാറ്റാബേസുമായി ക്രോസ് ചെക്ക് ചെയ്യും. ഈ പ്രക്രിയ ആധാർ അപ്ഡേഷൻ മാനുവലുമായി വെരിഫൈ ചെയ്യുന്നത് കുറയ്ക്കും. ആധാർ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്ന ഡാറ്റയിലെ തെറ്റുകൾ കുറയ്ക്കുകയും നിങ്ങളുടെ മൊത്തത്തിലുള്ള ഡാറ്റ ശക്തിപ്പെടുത്തുകയും ചെയ്യും. ഇതിൻ്റെ ഫീസ് ഘടന പരിഷ്കരിച്ചിട്ടുണ്ട്. ആധാർ ഉപയോക്താക്കൾക്ക് എൻറോൾമെൻറ്റ് സെൻ്ററുകളിൽ ഓഫ്ലൈനായി അവരുടെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാനും സാധിക്കും. ആധാർ പാൻ ലിങ്കിങ്. ആധാർ പാനുമായി ബന്ധിപ്പിക്കാനുള്ള സമയപരിധിയും നീട്ടിയിട്ടുണ്ട്. 2025 ഡിസംബർ 31 ജനങ്ങൾ ആധാർ പാനുമായി ലിങ്ക് ചെയ്യണം. ഇത് സർക്കാർ നിർബന്ധമാക്കിയിട്ടുണ്ട്. 2025 ഡിസംബർ 31 ആധാർ പാനുമായി ബന്ധിപ്പിക്കാത്തവരുടെ പാൻ കാർഡ് പ്രവർത്തനരഹിതമായി മാറാൻ സാധ്യതയുണ്ട്. 2026 ജനുവരി 1 മുതൽ അവരുടെ പാൻ അസാധുവാക്കാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകളുണ്ട്. പുതിയതായി പാൻ കാർഡ് എടുക്കുന്നവർക്ക് ഇപ്പോൾ ആധാർ ഒതന്റിഫിക്കേഷൻ നിർബന്ധമാക്കിയിട്ടുണ്ട്. ഉപഭോക്താക്കളുടെ KYC പ്രക്രിയയും ഇപ്പോൾ ലളിതമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ ഇപ്പോൾ KYC അപ്ഡേറ്റുകൾ വേഗത്തിൽ ചെയ്യാൻ സാധിക്കുന്നതാണ്.